നമ്മുടെ കാടുകളിൽ മാത്രം കാണുന്ന, അതായത് പശ്ചിമഘട്ടത്തിൽ മാത്രമുള്ള രണ്ട് തരം കുരങ്ങന്മാരെ കുറിച്ച് പറഞ്ഞോട്ടെ. എണ്ണത്തിൽ വളരെ കുറവുള്ളതും കാണാൻ ഒരേപോലെയും ഇരിക്കുന്ന ഈ രണ്ടു പേരെയും നിങ്ങൾ കാട് കയറുമ്പോൾ ഒരിക്കലെങ്കിലും കണ്ടു കാണും. പണ്ടൊക്കെ ഇവ രണ്ടും ഒരേ കുരങ്ങന്മാരാണ് എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. നീലഗിരി ലങ്കൂർ എന്ന കരിങ്കുരങ്ങാണ് ആദ്യത്തെ ആള്. പശ്ചിമഘട്ടത്തിലെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമേ ഇവയെ കാണാൻ സാധിക്കൂ. മരത്തിലെല്ലാം കൂട്ടത്തോടെ ചാടി നടക്കാറുള്ള ഇവ ലോകത്ത് തന്നെ 20,000-ഓളം എണ്ണം മാത്രമേ ബാക്കിയുള്ളൂ. സിംഹവാലൻ കുരങ്ങിന്റെ അപരനായി നമുക്ക് തോന്നുമെങ്കിലും ഇതിന്റെ വലിപ്പവും രൂപവും പെരുമാറ്റവും എല്ലാം നമ്മുടെ ഹനുമാൻ കുരങ്ങനെ പോലെയാണ് ഉണ്ടാവുക. രണ്ടും ലങ്കൂറുകൾ തന്നെ ആയതുകൊണ്ടായിരിക്കും ഇങ്ങനെ. ഇവയ്ക്ക് നീളമുള്ള വാലുള്ളതുകൊണ്ട് മരത്തിൽ ബാലൻസ് ചെയ്ത് നടക്കാനും ഓടാനും എല്ലാം സഹായിക്കും. ഇവയുടെ മുഖത്തിന് ചുറ്റുമുള്ള രോമങ്ങൾക്ക് ഗോൾഡൻ ബ്രൗൺ നിറമോ അല്ലെങ്കിൽ ചാര നിറമോ ആണ് ഉണ്ടാവാറ്. 8-10 കുരങ്ങന്മാരുടെ കൂട്ടമായാണ് ഇവയെ നമുക്ക് കാണാൻ സാധിക്കുക. കൂടുതലായി ഇലകള്, പഴങ്ങള്, അതേപോലെ മരത്തിന്റെ തണ്ടുകളെല്ലാമാണ് ആഹാരമാക്കാറ്. ഇതിന്റെ കാലുകളും ദേഹവും എല്ലാം തിങ്ങി നിറഞ്ഞ കാടുകളിലെ മരങ്ങളിലൂടെ അനായാസേന സഞ്ചരിക്കാവുന്ന രീതിയിലാണ് ഉള്ളത്. 300 മീറ്റർ തൊട്ട് 2000 മീറ്റർ എബോവ് സീ ലെവലാണ് ഇവയെ കാണാറ്. പക്ഷേ ഈയിടെയായിട്ട് കാടിനോട് ചേർന്ന് തോട്ടങ്ങളിലെല്ലാം ഇവയെ കണ്ടിട്ടുണ്ട്. ഇതിന്റെ വാലിന് നീളം ഒരു 70 തൊട്ട് 100 സെന്റിമീറ്റർ ഒക്കെ ഉണ്ടാവും കേട്ടോ. കരിങ്കുരങ്ങുകൾ പൊതുവെ മനുഷ്യന്മാരായിട്ട് അകന്ന് നിൽക്കാറാണ് ഉള്ളത്. ഇനി ഇതേപോലെ ഇരിക്കുന്ന വേറൊരു കുരങ്ങനെ കാണിച്ചു തരാം. ഇങ്ങേരാണ് സിംഹവാലൻ കുരങ്ങൻ. പേര് പോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വാല് സിംഹത്തിന്റെ വാല് പോലെയാണ് ഉണ്ടാവുക. കണ്ടോ, വാലിന്റെ അറ്റത്ത് രോമങ്ങളെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. വാല് മാത്രമല്ല, ശരീരവും കരിങ്കുരങ്ങനോളം വലിപ്പം ഉണ്ടാവില്ല. ഇവ രണ്ടിനെയും വാല് നോക്കിയാൽ തന്നെ നമുക്ക് പെട്ടെന്ന് വേർതിരിക്കാൻ പറ്റും. കരിങ്കുരങ്ങിനേക്കാളും എണ്ണത്തിൽ വളരെ കുറവാണ് ഈ സിംഹവാലൻ കുരങ്ങന്മാർ. ഇവയെ കാണുന്നതും നമ്മുടെ പശ്ചിമഘട്ടത്തിലെ ഒരു പ്രത്യേക പ്രദേശത്ത് മാത്രമാണ്. 3000 എണ്ണമോ അതിൽ താഴെയോ മാത്രമേ ലോകത്ത് ഇവ ബാക്കിയുള്ളൂ. അതുകൊണ്ട് തന്നെ IUCN ഇവയെ എൻഡേഞ്ചേർഡ് ലിസ്റ്റിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ സിംഹവാലന്മാർ ചിലയിടത്തെങ്കിലും ആളുകളായിട്ട് ഇടപഴകുന്നെന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ. പോകുന്ന യാത്രക്കാരിൽ നിന്നും ഭക്ഷണം പ്രതീക്ഷിച്ചു നിൽക്കുന്ന സിംഹവാലൻ കുരങ്ങന്മാരെ നമുക്ക് നെല്ലിയാമ്പതിയിലെല്ലാം കാണാൻ സാധിക്കും. ഈ വിനോദസഞ്ചാരികളെല്ലാം ബിസ്ക്കറ്റും പഴവും എല്ലാം കൊടുത്ത് ഉണ്ടാക്കിയ ഒരു പുതിയ ശീലമാണ് കേട്ടോ അത്. അങ്ങനെ ചെയ്യുന്നത് ഇവയ്ക്ക് സ്വാഭാവികമായി ഇര തേടി കണ്ടുപിടിക്കാനുള്ള കഴിവിനെ നഷ്ടപ്പെടുത്തും. പക്ഷേ പ്രധാന പ്രശ്നം അതല്ല. നമ്മുടെ എന്തെങ്കിലും ഒരു അസുഖം അതിന് പകർന്നു കഴിഞ്ഞാൽ ഈ 3000 എണ്ണം എന്നുള്ളത് കുറഞ്ഞ് ഒന്നുമില്ലാതാവാൻ അധികം താമസമൊന്നും വേണ്ട. നമ്മുടെ നാടൻ കുരങ്ങിന്റെ അതേ ജനസായ മക്കാക്കിലാണ് ഇവരും ഉള്ളത്. ഇവയുടെ മുഖത്തിന് ചുറ്റും ഒരു സിൽവർ നിറത്തിലോ അല്ലെങ്കിൽ ചാര നിറത്തിലോ ഉള്ള നീണ്ട രോമങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. മിശ്രബുക്കുകളായ ഇവര് കായകളും പഴങ്ങളും മാത്രമല്ല പാറ്റകളെയും പല്ലികളെയും അതേപോലെ ചെറിയ മാമൽസിനെ എല്ലാം ആഹാരമാക്കാറുണ്ട്. ഈ രണ്ട് കറുത്ത കുരങ്ങന്മാരെയും കാണുന്നത് കേരള, കർണാടക, തമിഴ്നാട് അങ്ങനെ 3 സംസ്ഥാനങ്ങളിലാണ്. ആവാസ വ്യവസ്ഥയുടെ തകർച്ച ഈ രണ്ട് കുരങ്ങന്മാരുടെയും പോപ്പുലേഷനെ നല്ല രീതിയിൽ ബാധിച്ചിട്ടുണ്ട്. നമ്മുടെ കാടുകളിൽ മാത്രമുള്ളതും നമ്മൾ സംരക്ഷിക്കേണ്ടതായിട്ടുമുള്ള വന്യജീവികളാണ് ഈ രണ്ട് കറുത്ത കുരങ്ങന്മാരും. നിങ്ങൾ അടുത്ത തവണ കാട് കയറുമ്പോൾ ഈ രണ്ട് കുരങ്ങന്മാരെയും വേർതിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കണേ. വന്യജീവികളുടെ ദൃശ്യങ്ങളും കഥയുമായി വീണ്ടും വരുന്നതായിരിക്കും. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളൂ.